ഗെയിം ഓഫ് ത്രോൺസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിലെ ഐസ് വാളും എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാൽ ആ വാളിനെ പറ്റി എഴുതാൻ ജോർജ് ആർ മാർട്ടിനെ ഇൻസ്പയർ ചെയ്ത ഒരു മതിൽ യഥാർത്ഥത്തിൽ UK ഉണ്ട് എന്നറിയാമോ? എന്നാൽ UK ആ മതിലിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് തിരുവിതാംകൂർ വരെ പോയി നോക്കാം. 1700കളുടെ പകുതിയിൽ തിരുവിതാംകൂർ തെക്കൻ കേരളം ഭരിക്കുമ്പോൾ വടക്ക് നിന്നും അവർക്ക് 2 ഭീഷണികളുണ്ടായിരുന്നു. ഒന്ന് കോഴിക്കോടും 2 ഹൈദരലിയുടെ കീഴിൽ തെക്കോട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മൈസൂർ രാജ്യവും. ഈ 2 ശക്തികളിൽ നിന്നും സംരക്ഷണത്തിനു വേണ്ടി മാർത്താണ്ഡവർമ്മ ഒരു മതിൽ പണികഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മതിലിൻ്റെ പണി തീരുന്നതിനു മുൻപേ മാർത്താണ്ഡവർമ്മ മരണപ്പെട്ടു. ശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മതിലിൻ്റെ പണി പൂർത്തിയാക്കി. അതാണ് നെടുംകോട്ട അഥവാ ട്രാവൻകൂർ ലൈൻ. രേഖകൾ പ്രകാരം 56 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നു നെടുങ്കോട്ടയ്ക്ക്. കൊടുങ്ങല്ലൂർ അറബിക്കടലിൻ്റെ തീരം മുതൽ കിഴക്കോട്ട് ആനമല വരെ. കോട്ടയുടെ മുന്നിൽ മുളയും ചെളിയും മുള്ളുകളും കൊണ്ടൊരു സംരക്ഷണ ഭിത്തിയും കിടങ്ങുകളും ഉണ്ടായിരുന്നു. 1789 35,000 പേരുടെ സൈന്യവുമായി ടിപ്പു നെടുങ്കോട്ടയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ആ ചെറിയ മതിലിനു മുന്നിൽ ടിപ്പുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. കോട്ടയിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്ത തിരുവിതാംകൂർ സൈന്യം കിടങ്ങുകളിൽ വീണും മറ്റും പരുക്കുകൾ പറ്റിയ ടിപ്പുവിൻ്റെ സൈന്യത്തെ ചെറുത്തു നിന്നു. യുദ്ധത്തിൽ ടിപ്പുവിനും പരുക്കുകൾ പറ്റുകയും ടിപ്പുവിൻ്റെ വെള്ളക്കുതിരയെ ടിപ്പുവിന് നഷ്ടമാവുകയും ചെയ്തു. അന്ന് തോൽവി സമ്മതിച്ച് ടിപ്പു തിരികെ പോയി. ടിപ്പുവിൻ്റെ പല്ലക്കും രത്നങ്ങളും ട്രാവൻകൂർ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് ടിപ്പു വീണ്ടും കൂടുതൽ സൈന്യവുമായി തിരികെ വന്നു. ഇത്തവണ നെടുങ്കോട്ട പൊളിക്കപ്പെട്ടു. ട്രാവൻകൂർ സൈന്യം പിൻവാങ്ങി. ടിപ്പുവിൻ്റെ പട തിരുവിതാംകൂറിൽ കയറി. പക്ഷേ അപ്പോഴേക്കും മഴക്കാലം വരികയും ടിപ്പുവിൻ്റെ സപ്ലൈ ലൈനിലെ പ്രശ്നങ്ങളും ബ്രിട്ടീഷ് പട്ടാളം മൈസൂർ ആക്രമിക്കുന്നു എന്ന വാർത്ത വന്നതുമൊക്കെ കാരണം ടിപ്പുവും സൈന്യവും തിരിച്ചു പോകുന്നു. പോകുന്നതിന് മുമ്പ് ടിപ്പു പറ്റുന്നത്ര നെടുങ്കോട്ട പൊളിച്ചിടാൻ ഉത്തരവിടുന്നു. ഇന്ന് നെടുങ്കോട്ടയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. കോട്ട കടന്നുപോയ ഭാഗങ്ങളിലെ സ്ഥലപ്പേരുകളിലും നമുക്ക് നെടുങ്കോട്ടയുടെ ബാക്കി ഭാഗങ്ങൾ കാണാൻ കഴിയും. കോട്ടമുറി, കോട്ടപ്പറമ്പ്, കോട്ടവഴി എന്നിങ്ങനെ. കൊരട്ടിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു മൺകൂനയുടെ ഉള്ളിൽ ഒരു കല്ലിൽ ഇപ്പോഴും കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. കോനൂർ കോട്ടവാതിൽ, ബ്രീച്ച്ഡ് ബൈ ടിപ്പു ഇൻ 1788. യഥാർത്ഥ വർഷം 1789 ആണെങ്കിലും കല്ലിൽ കൊത്തിയിരിക്കുന്നത് 1788 എന്നാണ്. ഇപ്പോഴും അവിടെ ആരൊക്കെയോ ഇടയ്ക്ക് വിളക്ക് തെളിക്കാറുണ്ട്. ഇനി നമുക്ക് ബ്രിട്ടനിലെ വോള് നോക്കാം. 122 AD റോമൻ എംപറർ ഹേഡ്രിയൻ ബ്രിട്ടൻ വിസിറ്റ് ചെയ്യുകയും അവരുടെ വടക്കൻ അതിർത്തിയിൽ ഒരു മതിൽ കെട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. റോമൻ എംപയറിനെ പുറത്തുനിന്നുള്ള ആളുകളിൽ നിന്ന് സംരക്ഷിക്കാനും പുറത്തേക്ക് പോകുന്നവരുടെ യാത്രകളും മറ്റും നിയന്ത്രിക്കാനും വേണ്ടിയായിരുന്നു അത്. അങ്ങനെ 6 വർഷത്തോളം എടുത്ത് ബ്രിട്ടനിൽ ഹേഡ്രിയൻസ് വാൾ നിർമ്മിക്കപ്പെട്ടു. അതിന് ഏതാണ്ട് 117 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു. ഓരോ മൈലിലും ഓരോ ഗേറ്റുകളും ഒബ്സർവേഷൻ ടവറുകളും ഹേഡ്രിയൻ്റെ മതിലിൽ ഉണ്ടായിരുന്നു. 300 വർഷത്തോളം ഹേഡ്രിയൻസ് വാൾ റോമൻ എംപയറിൻ്റെ വടക്കൻ അതിർത്തി കാത്തുനിന്നു. 410 AD റോമൻ ഭരണം അവസാനിച്ചതോടെ ഹേഡ്രിയൻ്റെ മതിൽ പതിയെ ഇല്ലാതാവാൻ തുടങ്ങി. ആളുകൾ അതിൽ നിന്നും കല്ലുകളും മറ്റും പെറുക്കി വീടുകൾ പണിയാൻ ഉപയോഗിച്ചു. വർഷങ്ങൾക്ക് ശേഷം 1981 അമേരിക്കക്കാരനായ ജോർജ് ആർ മാർട്ടിൻ തൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം ഇംഗ്ലണ്ട് സന്ദർശിക്കാനെത്തി. അന്ന് ഇംഗ്ലണ്ട് ചുറ്റിക്കാണുന്ന വഴിയിൽ അവർ ഹേഡ്രിയൻ്റെ മതിലും കാണാനെത്തി. അന്ന് അവിടെ നിന്ന് ആ മതിൽ നോക്കിക്കണ്ട ജോർജ് ആർ മാർട്ടിൻ റോമൻ സാമ്രാജ്യത്തിലെ ആളുകളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവാം. അവരെ സംബന്ധിച്ച് ഈ മതിൽ അവരുടെ ലോകത്തിൻ്റെ അതിർത്തി ആയിരുന്നിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അന്ന് കണ്ട ആ കാഴ്ച ജോർജ് ആർ മാർട്ടിനെ വല്ലാതെ സ്വാധീനിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എഴുതി തുടങ്ങുമ്പോൾ അതിലെ ഐസ് വാളിനെ പറ്റി എഴുതുമ്പോൾ തൻ്റെ മനസ്സിൽ ഹേഡ്രിയൻസ് വാൾ ആയിരുന്നു എന്ന് ജോർജ് ആർ മാർട്ടിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് വെസ്റ്ററോസിലും ബ്രിട്ടനിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്ന മതിലുകൾ എല്ലാത്തിനും ഒരേ പർപ്പസ് ആയിരുന്നു. അതിലൊരെണ്ണം ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കണ്ട ഒരു ടെലിവിഷൻ സീരീസായി മാറി. മറ്റൊന്ന് ഇന്നൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. മൂന്നാമത്തേതിൽ കൊരട്ടിയിൽ ഇന്നും ആരോ ഒരു ചെറിയ വിളക്ക് തെളിയിക്കുന്നു.